ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പാലച്ചീര തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ആ ചീര നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കണം. ഒരുപാട് അതിൽ മരുന്നൊക്കെ അടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കഴുകി വേണം അത് ഉപയോഗിക്കാനായിട്ട്. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അടുത്തത് നമുക്ക് ഈ വെളുത്തുള്ളിയും അതേപോലെ ചെറിയ ഉള്ളിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതേപോലെ തന്നെ നമ്മളിൽ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ 2-3 പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇടാം. പിന്നെ കറിവേപ്പിലയും വറമുളകും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങ ചിരവിയിട്ട് മാറ്റി വയ്ക്കുക. ഒരു പാൻ എടുത്തിട്ട് അതിൽ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് വറമുളകും വെളുത്തുള്ളി അതേപോലെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് പച്ചമുളകും കറിവേപ്പിലയും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ആഡ് ചെയ്യാം. നല്ല ഫ്രഷ് ചീരയാണ്. അപ്പോൾ അത് ഈ പാനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ നമുക്ക് ഒട്ടും തന്നെ വെള്ളം ആവശ്യമില്ല. ചീരയിൽ തന്നെ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ നമുക്ക് കുറച്ചായിട്ട് ചീര നമുക്ക് ഇട്ട് കൊടുക്കാം. കാണുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഉള്ളതുപോലെ തോന്നും, പക്ഷേ ഇത് വഴണ്ട് വരുന്ന സമയത്ത് ഇതിലാകെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വെക്കാനായിട്ട്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക. കണ്ടില്ലേ, ഇതിൻ്റെ ചീരയിൽ തന്നെ അടിയിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം അതിലുണ്ട്. അപ്പോൾ അത് തനിയെ വറ്റി വന്നോളും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒട്ടും വെള്ളം നമ്മൾ ഇതിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ചീരയിലെ വെള്ളം കൊണ്ട് തന്നെ ഇത് തനിയെ അത് വെന്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമ്മളിതുപോലെ അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചീര ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഇതിൽ കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് അത് വറ്റി വന്നിട്ടുണ്ട്. വെള്ളം മൊത്തത്തിൽ വറ്റി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുക, തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മുടെ ചീര റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം തീ നമുക്ക് ഓഫ് ചെയ്യാം. ചീര നമ്മൾ വേവിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വേവിച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടോ, നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പുതിയ ഡിഷസ് ഏതൊക്കെയാണെന്നുള്ളതും കമൻറ്റ് ചെയ്യാം.